ഇവരോട് അങ്ങോട്ട് മിങ്കിളാവാൻ പറ്റുന്നില്ല. ഞാൻ എന്താ മിങ്കിളാവാൻ എന്താ കുഴപ്പം, നോ പ്രോബ്ലം. അല്ല ഇവർ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കോമഡിയൊക്കെ പറയുമ്പോഴേ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഞാനങ്ങ് ചിരിച്ചു കൊടുക്കും. അവിടെ ചിരിച്ചു കൊടുക്കുക എന്താ സംഭവം, അത് ഏത് സാധനമാണ്, ഓക്കെ അങ്ങനെ ഉണ്ടല്ലേ എന്ന് ഞാൻ കണ്ടുപോടെ, അടുത്ത പ്രാവശ്യം ഇത് മനസ്സിലാക്കി പോയി കൂടെ ഇരുന്ന് ചിരിക്കുക. പക്ഷേ നമ്മൾ വെറുതെ ചിരിക്കും. എനിക്ക് ഈ പറയുന്ന സാധനം എനിക്ക് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഈ പറയുന്ന പോലെ തന്നെയാണെന്ന് ചില സമയത്ത് അങ്ങനെയാണ്. കാരണം ചില സമയത്ത് ഇവര് ചിലപ്പോൾ അവിടെ ഇരുന്ന് പാട്ടുകൾ പറയും, ഇംഗ്ലീഷിൽ ഒരൊറ്റ പാട്ട് അറിയത്തില്ല. ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടായിരുന്നോ, നമുക്ക് നാട്ടിലെ ടൈലർ രവീന്ദ്രൻ ചേട്ടനെ അറിയാം, പക്ഷെ ഇതാര് സ്വിഫ്റ്റോ, ടൈലറും സ്വിഫ്റ്റും കൂടെ ചേർന്നില്ല നാട്ടിലെ കാറ് എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയൊക്കെ വരും. തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ പറയുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു ഹോണസ്റ്റ് ഒരു കോൺഫിഡൻ്റ് ആയി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേന് പതുക്കെ ഈ സംഭവങ്ങൾ മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടിച്ചു കയറുക എന്നുള്ളതാണ്. ഇടിച്ചു കയറി എല്ലാവരോടും കയറി സംസാരിക്കണമെന്നല്ല, ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസീവായിട്ട് ഷൈ ഇല്ലാതെ കുറച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ബിക്കം വെരി ഫ്ലുവൻറ്റ്. എക്സാക്ട്ലി. ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എന്നാലും ബ്രോയ്ക്ക് ഒരു ടിപ്പായിട്ട് പറയാൻ എന്താണ് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത്രേ ഉള്ളൂ ബ്രോ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ചില വാക്കുകൾക്ക് നമുക്ക് പേടിയുണ്ടാവും, ഇത് ഉപയോഗിക്കണ്ടെന്ന്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് അങ്ങ് ഉപയോഗിക്കുക. നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ മിസ്റ്റേക്ക് എന്ന് പറയുന്നിടത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഞാൻ പറയില്ലേ, പലപ്പോഴും എക്സ്പ്രസീവ് ആവാനുള്ള സമയത്ത് നമ്മൾ എക്സ്പ്രസീവ് ആവുക. ഒരാളടുത്ത് അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ നമ്മുടെ ഏറ്റവും അടുത്തൊരു അല്ലെ നമുക്കറിയുന്ന ഒരാൾ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ നാളുകളായിട്ട് അറിയുന്ന ഒരാളിനെ ഡാർലിംഗ് യു ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അല്ല പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് എ കൾച്ചറൽ തിങ് ആസ് വെൽ. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് പെട്ടെന്ന് നേരിട്ട് ആരത്തും പോയി ഹേ ഡാർലിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഒരു മലയാളം എന്ന് പറയുന്ന ഒരു സാധനത്തിലേ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇവർ പറയുന്നത് എന്താണെന്ന് ഇവരുടെ സ്റ്റൈൽ ഓഫ് വേ ഓഫ് ടോക്കിംഗ് ആൻഡ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അഡാപ്റ്റിംഗ് ആണ്. എക്സാക്ട്ലി. എന്നിട്ട് പിന്നെ ഷൈനസ് ഇല്ലാതെ, അതായത് ലാംഗ്വേജ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരാളോട് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുക. ഇവിടെ ഗ്രാമർ ആരും നോക്കുന്നില്ല, ഇവിടെ എവൻ പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആണോ നോക്കിയിട്ട് ആരും ചിരിക്കാനും വരത്തില്ല. ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരരുത്. അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് വേണ്ട. അതായത് നമ്മളെ നോക്കി ആരും കളയാക്കി ചിരിക്കില്ല, ഈ ഗ്രാമർ ആയിട്ടാണോ പറയുന്നത് ചിരിക്കത്തില്ല. അഥവാ അവരത് പറഞ്ഞാൽ നമ്മൾ കൂളായിട്ട് എടുക്കുക, ഈഗോ കളയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാന കാര്യം. അതായത് ഞാനെന്നുള്ളൊരു ഈഗോ ഉണ്ട്, ഞാൻ ഇങ്ങനെ എന്നെ കെട്ടിപ്പടുത്തിയ ഒരു ഈഗോ അങ്ങ് കളഞ്ഞിട്ട് പതുക്കെ നമ്മൾ പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യുക, ലാംഗ്വേജ് കേൾക്കുക, അറിയാത്ത വാക്കുകൾ അടിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ പതുക്കെ ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതിൽ വേറൊരു ആസ്പെക്ട് കൂടെ പറയാം ബ്രോ. എനിക്കിതിൽ ബുദ്ധിമുട്ടുള്ളൊരു ആസ്പെക്ട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന എക്സ്പ്രസീവ് ഞാനും അഗ്രി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചിനെ കാണുന്നു, oh you're so cute, you know, so love, റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യം പറയും. they are too much expressive എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. I cannot be that much expressive and I feel fake ഞാൻ അങ്ങനെ ചെയ്താൽ. കാരണം എനിക്കൊരു കുട്ടി കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി. ആ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. എക്സ്പ്രസീവ് ആവുന്നതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഫോറസ്റ്റിൽ കൂടെ ഒരു സ്ത്രീ നടന്നു പോയിട്ട് ഓരോ മരത്തിനോട് ചെന്നിട്ട് ഇടിച്ചിട്ട് എക്സ്ക്യൂസ് മീ താങ്ക് യു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ട. എക്സാക്ട്ലി. നമ്മൾ കുറെയൊക്കെ നമ്മൾ റിയൽ ആവുക, ഓപ്പൺ ആവുക, ഹോണസ്റ്റ് ആവുക, പിന്നെ ഈഗോ എടുത്ത് കളയുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഐ തിങ്ക് ഇപ്പൊ നമ്മള് ഈ സട്ടിലായിട്ടുള്ള ഇപ്പൊ ആക്ടിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ സിനിമകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമകള് എല്ലാത്തിലും എക്സ്പ്രസിങ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കണ്ട് നമ്മൾ എക്സ്പ്രഷൻ ഇല്ലാതാവുക. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ബ്രോ. ഈ ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ ഈ മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ അവസ്ഥ. ഒരു 10 പേരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മൾ മീറ്റിങ്ങിൽ വലിയ ആളാവാൻ നോക്കണ്ട. ആദ്യത്തെ കാര്യം അതാണ്. സീരിയസ്ലി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എല്ലാരും പറയുന്ന കേട്ട് അവിടെ ഇരിക്കുക. ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ സംസാരിക്കുക. എന്തെങ്കിലും പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. എക്സാക്ട്ലി. പറയാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഒരാൾ ഒരു കാര്യം പറയുന്ന കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിന് ഉത്തരം കൊടുക്കണമെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുക. അല്ലാതെ പിന്നെ ഇവൻ പറയുന്ന കേട്ടോ ഉടനെ എൻ്റെ പോയിന്റ് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അതെ. അല്ല അത് മാത്രമല്ല ബ്രോ, ഈ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂള് ഞാൻ പഠിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഈ നമ്മൾ ഈ വിൽക്കുന്നതിന് എന്താ പറയണേ ബ്രോ, അതിന് എന്താ പറയണേ, ഇങ്ങനെ വിൽക്കൽ വരില്ലേ, സ്റ്റാമറിങ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പുള്ളി പറഞ്ഞാണ്, സ്റ്റാമറിങ് ഉള്ള ഒരാളിങ്ങനെ നിന്ന് പറഞ്ഞു, അത് നമ്മൾ അടുത്ത് എന്ത് പറയണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റാമറിങ് വരുന്നത്.
അവിടെ നീ ചിന്തിക്കാതെ നിനക്ക് അപ്പോഴെന്ത് തോന്നുന്നു അതങ്ങ് പറയാം. കാരണം ചിന്തിക്കുമ്പോൾ മൈൻഡ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അവിടെ നമുക്ക് തടസ്സം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട, എന്താണോ പറയാൻ ആ സ്പോട്ടിൽ തോന്നുന്നു അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരും. അതാണ് ചിലർ കൗണ്ട് ചെയ്യുന്നത് എന്നൊക്കെ വളരെ നല്ലൊരു പോയിന്റ്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, ലിസണിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ജസ്റ്റ് ഒന്നും ആലോചിക്കാതെ ഒരാൾ പറയുന്നത് കേട്ട് അയാൾ പറയുന്ന ഒരു എനർജി, ആ ഒരു എമ്പതിയിലേക്ക് നമ്മളൊന്ന് ചിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.